എയർപോർട്ടിലിരുന്നതായിരുന്നു നെല്ലിമരം. അത് ചരിഞ്ഞു പോയി. അത് വീണ്ടും നമുക്ക് നിറയ്ക്കാം. ഹോം ഗ്രോണിൻ്റെ പ്ലാന്റാണ്. കുറച്ച് മണ്ണ് നമുക്ക് ആദ്യം നല്ല ലെവലിൽ അമർത്തി ഇടണം ഇതിനകത്ത്. വശങ്ങൾ നല്ലോണം അമർത്തി വെച്ചില്ലെങ്കിൽ നമുക്കിത് ചരിഞ്ഞു പോയത്. അതുകൊണ്ടാണ് കുറേ മണ്ണ് സൈഡിലോട്ട് അമർത്തി വെക്കാൻ. ഈ പോട്ട് നിറയ്ക്കാൻ ഒരുപാട് മണ്ണ് വേണ്ടി വന്നു. കൈകൊണ്ട് വശങ്ങളിലോട്ട് നല്ലതുപോലെ അമർത്തി വെക്കണം. ഇല്ലെങ്കിൽ ഇത് ചരിഞ്ഞു പോയത്. കല്ലും കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് അമക്കാണ്. നേരത്തെ ഒരു ഹോം ഗ്രോണിൻ്റെ പ്ലാന്റ് ഞാൻ നെല്ല് നട്ടതായിരുന്നു. പക്ഷേ അതും പൂത്തതിന് ശേഷം അത് അങ്ങ് പോയി. ആ ചെടിച്ചട്ടിയിലായിരുന്നത്. ഇനിയും ഒരുപാട് മണ്ണ് വേണം. നമുക്കൊന്ന് വെച്ച് നോക്കാം. കിളിക്കുന്നോന്ന് നോക്കാം. ഇതിൻ്റെ ഈ ലെവലിൽ വരെ നല്ലോണം മണ്ണ് നിറയ്ക്കാം. നെല്ലിമരം പിടിച്ച് കിട്ടാൻ പാടാണത്ര. പക്ഷേ നടുന്നേ ഉള്ളൂ. വേരൊക്കെ അങ്ങ് ഇളകിയായിരുന്നു. മഴ പെയ്ത് പൊട്ട് മറിഞ്ഞ് അങ്ങനത്തെ മണ്ണെല്ലാം പോയി. നടാൻ പറ്റിയില്ല. അങ്ങനെ അത് ഇത്രയായി. ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് മണ്ണെടുത്തിടാന്നത് കാണിക്കാൻ പറ്റാത്തത്. ഈ ബഡ് ചെയ്ത ഭാഗം നമ്മൾ മേലെ വരത്തക്ക രീതിയിൽ നട്ടിരിക്കുന്നത്. ഇത് മഴ പെയ്യുമ്പം കുറേ മണ്ണ് പോകുന്നുണ്ട്. എയർപോർട്ട് എനിക്ക് നല്ല രീതിയിൽ വളരുമെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് ഇത് മേടിച്ച് വെച്ചത്. നല്ലോണം കമക്കി വെക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ണെല്ലാം അങ്ങ് പോവും. വെള്ളം ഈ ഭാഗത്ത് മാത്രം ഒഴിക്കണമെന്നാണ് പറയുന്നത്. മിറാക്കിൾ പോട്ട്സ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയത്. കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നടുക്കൊഴിക്കണം. അല്ലാതെ ഒഴിച്ചാൽ അത് പോകും.